ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മൾ എല്ലാ ദിവസവും ഇടുന്നുണ്ട് ജോബ് വേക്കൻസികൾ ഗൾഫിലേക്കുള്ളത്. അതും ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസികൾ ഇടുന്ന ചാനലായതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും വേണം. പിന്നെ അതേപോലെ ഞാൻ എല്ലാ ദിവസവും ഒരു ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ ഇടാറുണ്ട്. ആ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കണം. ഇതിനകത്ത് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നലെ പറഞ്ഞ മാറ്ററിൻ്റെ കുറച്ച് ബാക്കി ഭാഗം ഉണ്ടായിരുന്നു. വലിയ വീഡിയോ ആയതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതായത് ഏജൻറ്റുമാർ മുഖാന്തരം നമ്മൾ ഏത് രാജ്യത്തേക്ക് പോകാൻ വേണ്ടി പൈസ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവർ നിങ്ങളുടെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ പേർപ്പസ് മുകളിലേക്ക് അയക്കും. അങ്ങനെ പറഞ്ഞ് പറ്റിച്ചിട്ട് ആദ്യത്തെ ഒരു ഗഡു കൊടുക്കും, രണ്ടാമത്തെ ഗഡു കൊടുക്കും, അങ്ങനെ മൂന്നാമത്തെ ഗഡു കൊടുക്കും. ചില ആളുകൾ പറയും, നിങ്ങൾ ഇപ്പോൾ ഇവിടെ പകുതി പൈസ തന്നാൽ മതി, ബാക്കി പൈസ നിങ്ങൾ അവിടെ ചെന്നിട്ട് തന്നാൽ മതി. നിങ്ങൾ എവിടെ പോയിട്ട് കൊടുക്കുന്നു? 100% ആൾക്കാരിൽ ഒരു 99% ആൾക്കാരും നാട്ടിൽ തന്നെ നിൽക്കും. ഒരു പേഴ്സൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരാളെ ആയിരിക്കും ഇവർ കൊണ്ടുപോവുക. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വിട്ടിട്ടുണ്ട്, എൻ്റെ അനിയൻ കൊടുത്ത പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ആ വ്യക്തിയുടെ അയാൾ ജീവിക്കുന്ന ഇടുക്കി ജില്ലയിലാണ്. അവൻ്റെ ആധാർ കാർഡ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഞാനത് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം 1.5 വർഷം കഴിഞ്ഞു. ഈ 1.5 വർഷം കഴിഞ്ഞപ്പോൾ ആണ് എനിക്ക് ഇപ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുവരെ അനിയൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഈ കാര്യത്തിലേക്ക് ഇറങ്ങി തുടങ്ങിയത്. അപ്പോൾ ഞാൻ എൻ്റെ ബന്ധങ്ങളൊക്കെ മാക്സിമം വെച്ചിട്ട് എനിക്ക് അവരുടെ ഒരു ഒപ്പീനിയൻ ഒരു റെസ്പോണ്ട് കിട്ടണം. അതായത് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവർക്ക് പൈസ തരാൻ പറ്റുമോ, അതല്ലാന്നുണ്ടെങ്കിൽ പൈസ തരാൻ പറ്റൂലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പിന്നീടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. അതായത് നമ്മളെക്കാട്ടിലും ഭയങ്കര ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള ആളുകൾ പോയി പരിശ്രമിച്ചു. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരാണല്ലോ ഇപ്പോൾ ഈ പൈസ കൊണ്ടേ കൊടുക്കുന്നത്, ലക്ഷങ്ങൾ കൊണ്ടേ കൊടുക്കുമല്ലോ. അപ്പോൾ അവരൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും പോലീസുകാരും നമ്മുടെ നിയമ സംഹിതയും അതിനെ കൈമലർത്തി കാണിക്കും. പക്ഷെ നമുക്കങ്ങനെ വിടാൻ പറ്റുമോ? കാരണം അവരുടെ ആരുടെയും പൈസയല്ല പോയേക്കുന്നത്, നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ആൾക്കാരുടെ പൈസയാണ് പോയേക്കുന്നത്. അപ്പോൾ അവൻ്റെ ആധാറും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വിട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരാഴ്ചത്തെ ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരാഴ്ചക്കുള്ളിൽ അവിടെ നിന്നുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇന്ന വീട്ടിലുള്ള ആൾ, ഇന്ന ഏരിയയിലുള്ള ആൾ, അയാളുടെ അടുത്ത് പോയിട്ട് ആരും ഇനി കുടുങ്ങണ്ട എന്നുള്ളൊരു ഇൻഫർമേഷൻ തരുന്ന രീതിയിലുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ പറയും, ഞങ്ങൾ ഓരോ പേപ്പേഴ്സ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അതാത് അതോറിറ്റികളിൽ നിങ്ങളെ കാണിച്ചിട്ടാണോ അവർ ഈ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. എന്തൊക്കെ പേപ്പർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കറിയുന്നത്ര പോലും ചിലപ്പോൾ അവർക്കറിയില്ല. അപ്പോൾ അതിൽ തന്നെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തായാലും പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. കാരണം അവർ മാക്സിമം പൈസ ഊറ്റാൻ വേണ്ടിയിട്ട് അവർ പറ്റിക്കുകയാണ് നിങ്ങളെ. അപ്പോൾ അഥവാ സബ്മിറ്റ് ചെയ്യുന്നത് പോലെ കാണിച്ചാൽ തന്നെ അത് ഫുള്ളായിട്ടുള്ള പേർപ്പസ് ഒരിക്കലും അവർ സബ്മിറ്റ് ചെയ്യില്ല. പക്ഷേ അപ്പോഴേക്കും നിങ്ങളുടെ വിസയുടെ പകുതി പ്രോസസ്സിങ്, മറ്റ് കാര്യങ്ങൾ ഇതെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് മാക്സിമം പൈസ ഊറ്റിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്കൊട്ട് പോകാനായിട്ട് കഴിയത്തുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് മാക്സിമം ഇവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ കള്ളത്തരത്തിലൂടെ ഇവർ ചെയ്തെടുക്കും. അതേപോലെ തന്നെ ഇവർക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്ന ഇവർക്ക് ഒരു മെയിൽ ഐ ഡിയിൽ നിന്ന് നിങ്ങൾക്കൊരു മെയിൽ അയക്കാനാണോ പാട്? ഇത്രയൊക്കെ ഉള്ളൂ. അതായത് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെയിൽ ഐ ഡി, അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫൈൽ പിക്ചർ, ഇതുവഴി നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താണ്, ഇതെല്ലാം റിയലാണ്, നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത്. ചിലപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മറ്റേത് ഗവൺമെൻറ് ആണെങ്കിലും അവരവിടുന്ന് പറഞ്ഞ് അല്ലെങ്കിൽ തരുന്നതാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് പാസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോകാനായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് അവർ നിങ്ങളെ കാണിക്കുന്നതെല്ലാം ഫേക്കാണ്. ഒരിക്കലും ഒരു ഏജൻറ്റിനെ നിങ്ങൾ വിശ്വസിക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള പ്രൂഫ് അവരെ കൊണ്ട് തരാൻ കഴിയണം. അങ്ങനെ പ്രൂഫ് തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോ. പക്ഷേ എന്നിരുന്നാലും അവരുടെ വീടോ അവരുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ ഈ ലക്ഷങ്ങൾ കൊണ്ടുപോയിട്ട് അവർക്ക് കൊണ്ടേ കൊടുക്കാവുള്ളൂ. കാരണം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിവുണ്ടല്ലോ. അതായത് ഇവന്മാർ മുങ്ങിയ പിന്നെ ഇവന്മാർ ഒരു നിലയ്ക്ക് ഇവരെ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ഏതെങ്കിലും അവർ മുങ്ങിയാൽ നമുക്ക് അവരെ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നമ്മുടെ മുന്നിൽ കണ്ടെത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ അവർക്ക് പൈസ കൊടുക്കാൻ. അല്ലെങ്കിൽ അവർ ഉറപ്പായിട്ടും നമ്മളെ പറ്റിക്കപ്പെടാൻ നമ്മുടെ അടുത്ത് ലക്ഷങ്ങളോ കോടികളോ ഒന്നുമില്ലല്ലോ. പലരും കടം മേടിച്ച പൈസയ്ക്കായിരിക്കും. ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പം
അതായത് പല ഭാഗത്തു നിന്നും കടം മേടിച്ചു. ചിലർക്കൊക്കെ ഒരുപാട് വീട്ടിൽ തന്നെ പല രോഗികളൊക്കെ ഉള്ള ആളുകൾ, അവരെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവസാനം അവർ മരണത്തിന് വിധേയരായിട്ട് അതിനുശേഷം പിന്നീടും കടം മേടിച്ചിട്ടൊക്കെയാണ് ആ കടബാധ്യത തീർക്കാനൊക്കെ ആയിട്ടാണ് ഓരോ ഏജൻറ്റുമാരെ കണ്ട് എത്രയും പെട്ടെന്ന് എവിടേക്കെങ്കിലും കയറിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത് നമ്മൾ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ്. എനിക്കും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾക്കൊക്കെ ഏജൻറ്റുമാരുടെ കയ്യിൽ നിന്ന് ഇതേപോലുള്ള ചെറിയ ചെറിയ പണികൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളത് വലിയ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ നമ്മളത് എന്ത് ചെയ്തു, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിയുമ്പോൾ അത് നടക്കൂലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ അതിന് ഇവിടെ ഒട്ടുമുക്കാലും ഇവിടെ UAE കാര്യങ്ങൾ തന്നെ പറയാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ എത്രങ്ങാനും കൺസൾട്ടൻസികളാണെന്നറിയോ ഇവിടെ ഉള്ളത്. കൺസൾട്ടൻസികളെ കൊണ്ട് നമുക്ക് തട്ടിയിട്ട് നടക്കാൻ പറ്റത്തില്ല. അത്ര ആളുകളുണ്ട്. നമ്മൾ വിദേശത്ത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത്രയും മാസത്തിനുള്ളിൽ നിങ്ങളെ കൊണ്ടുപോകാം, 3 മാസത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് ഇവിടെ വിസയും പേപ്പറും എല്ലാ കാര്യങ്ങളും വരും, വർക്ക് പെർമിറ്റ് വരും, അത് വരും ഇത് വരും. ഒന്നും വരത്തില്ല. 100% ഉറപ്പാണ്, ഒന്നും വരില്ല. ഇപ്പം എൻ്റെ തൊട്ടയിലൊക്കത്തുള്ള ഒരു പുള്ളിയുണ്ട്. പുള്ളി ഇതേപോലെ പൈസ കൊടുത്തിട്ട് ഏകദേശം ഇവിടെ തന്നെ ഇന്ത്യൻ മണി ഒരു 3 ലക്ഷം രൂപ പുള്ളി കൊടുത്തു. ഇവരെന്താ പറയുന്നത്, നിങ്ങളുടെ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് നിങ്ങൾ വേഗം പൊക്കോ നാട്ടിലേക്ക് ബാക്കിയുള്ള എല്ലാ പ്രോസസ്സിങ്ങും നാട്ടിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിൽ നിന്നും ചെയ്യാം, നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കോ, ഇനിയിപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ പോയി ഞങ്ങൾ അങ്ങോട്ട് അയച്ചു തരാം. ആ കമ്പനി തന്നെ ഇപ്പോൾ പൂട്ടിപ്പോയി, ആ കൺസൾട്ടൻസി തന്നെ ഇപ്പോൾ പൂട്ടിപ്പോയി. നമ്മൾ എന്ത് ചെയ്യും? ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് എടുത്തെടുത്ത് പറയുന്നത്, ഒരു ഏജൻറ്റിനെ നിങ്ങൾ വിശ്വസിക്കരുത്. എല്ലാം ഫേക്കാണ്, 100% ഫേക്കാണ്. അതേപോലെ തന്നെ നിങ്ങൾ ആരും വിദേശ രാജ്യത്തേക്ക് പോരാൻ വേണ്ടി ആർക്കും പൈസ കൊടുക്കരുത്. പ്രത്യേകിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗൾഫ് കൺട്രികളിലേക്കാണെങ്കിൽ, പ്രത്യേകിച്ച് UAE ബേസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ ആർക്കും പൈസ കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നേരിട്ട് കമ്പനി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് വിസയ്ക്ക് വരാം. ഫ്രീലാൻസ് വിസേൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നാളെ ഞാൻ ചെറിയ രീതിയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് വന്നേ തീരൂ, അതിൽ പൈസ കൊടുത്ത് വന്നേ തീരൂ എന്ന് കരുതുന്ന കുറേ ആളുകളുണ്ടാവും. അതായത് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടും മറ്റ് ജോലികളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ആയിരിക്കും അത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്നുള്ളത് നാളെ എനിക്ക് അറിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. പക്ഷേ എപ്പോഴും ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ഒരിക്കലും ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ആരും പറ്റിക്കപ്പെടരുത്. ഇവരാരും നിങ്ങളുടെ പേപ്പർ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് തരത്തില്ല, അതെനിക്ക് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് വെച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കുക, കേരളത്തിൽ എത്ര ഏജൻറ്റുമാർ നടത്തുന്ന സ്ഥാപനം ജെനുവിനായിട്ടുണ്ടെന്നും ആരൊക്കെ എത്ര ആളുകൾ ഓരോ സ്ഥാപനങ്ങൾ വഴി ഇപ്പോൾ പുറം നാട്ടിലേക്ക്, അതായത് ഏതെങ്കിലും ഇപ്പോൾ യൂറോപ്യൻ കൺട്രി ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, ഇങ്ങനെ എത്ര സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് നിങ്ങളൊരു ലിസ്റ്റ് എടുക്കുക. അതായത് ഏജൻസി വഴി എത്ര പേര് പോയിട്ടുണ്ടെന്നുള്ളത്, അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. കൂടുതലും പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റുഡൻസ് വിസയ്ക്കൊക്കെയാണ് ഈ പോകുന്നത്, അല്ലാണ്ടൊന്നും പോലും നടക്കൂല. പ്രത്യേകിച്ച് ജോബ് വിസ അന്വേഷിച്ചിട്ട്, അതായത് നമുക്ക് ജോബ് ഓഫറുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വേക്കൻസികൾ വരത്തില്ല, കിട്ടൂല അവിടെ നിന്നൊന്നും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മളൊന്ന് അന്വേഷിക്കുക. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഏജൻറ്റുമാരെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഇടുക്കിക്കാരൻ്റെ മാതിരിയൊക്കെയുള്ള ആളുകളുടെ അടുത്തായിരിക്കും നമ്മൾ ചെന്ന് പെടുക. എന്തിനാ വെറുതെ നമ്മുടെ കാശ് നമ്മൾ കൊണ്ടേ കളയുന്നത്? കടം മേടിച്ചിട്ട് ആ പൈസ ചിലപ്പോൾ പലിശക്കൊക്കെ എടുത്തിട്ടായിരിക്കും ഓരോരുത്തർ ഈ ഏജൻറ്റുമാർക്ക് പൈസ കൊടുക്കുന്നത്. കറക്റ്റ് സമയമാകുമ്പോൾ നമ്മൾ അതിൻ്റെ പലിശയും അടച്ചു കൊടുക്കണം, മുതലും തിരിച്ചു കൊടുക്കണം. ഇത് നാട്ടിൽ നിന്നാൽ കൂലിപ്പണി എടുത്താൽ നടക്കുമോ? ഇല്ല. നിങ്ങൾക്കുള്ള ജോലിയിൽ നിന്ന് നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയുമോ? കഴിയത്തില്ല. ഇവർക്ക് പൈസയും കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി റിസൈൻ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, നിങ്ങൾ ആരും ഏജൻറ്റുമാരെ വിശ്വസിക്കേണ്ട. അവർ നിങ്ങൾക്ക് കൂടുതൽ ബാധ്യത ഉണ്ടാക്കി തരുന്നല്ലാണ്ട് നിങ്ങളുടെ ബാധ്യത എന്തായാലും അവർ തീർക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ചാനൽ വഴി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ CV അയച്ചു കൊടുത്തിട്ട് അവർക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ കയറിപ്പോരാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചോ. അപ്പോൾ അതൊക്കെ ജെനുവിനാണ്. ഇപ്പോൾ ഞാൻ പറയുന്നില്ലേ, നമ്മുടെ ചാനൽ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല. ഇനി ആരെങ്കിലും ഇതേപോലത്തെ വീഡിയോസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെയും പോയി കണ്ടോ, അതിനൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം നിങ്ങൾ എങ്ങനെയൊക്കെ അപേക്ഷിച്ചിട്ട് നിങ്ങൾ ജെനുവിനായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കയറിപ്പോരേ. പക്ഷേ ഒരാൾക്കും പൈസ കൊടുത്ത് ദൈവത്തോർത്ത് നിങ്ങൾ ആരും പോരരുത്. കാരണം ഇനിയിപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിലും നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യും, നിങ്ങളൊന്ന് തീരുമാനം എടുക്കുക. അല്ലാണ്ട് ഒരാൾ പറയുമ്പോഴത്തേക്ക് ഓടിപ്പിടിച്ച് പോയിട്ട് നിങ്ങളൊന്നും ചെയ്യരുത്.
കാരണം പൈസയുടെ വില എന്താണെന്നുള്ളത് ശരിക്കും നമുക്കൊക്കെ ശരിക്കും അറിയാം. നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് ശരിക്കും അറിയാം. തട്ടിപ്പ് നടത്തി ജീവിക്കുന്നവർക്ക് അവർക്കൊന്നും അറിയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ അടുത്തുള്ള പൈസ എങ്ങനെയും അടിച്ചു മാറ്റുക എന്നുള്ളതാണ് അവന്മാരുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറേ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ, അതായത് ജോബ് വേക്കൻസി എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരും. കാരണം ഞാൻ എല്ലാ കമൻസിനും മാക്സിമം ഞാൻ റിപ്ലൈ തരാറുണ്ട്. എല്ലാത്തിനും ജെനുവിനായിട്ടുള്ള എല്ലാ കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ തരും. കാരണം മറ്റ് രീതിയിലുള്ള അതായത് മോശം കമൻറ്റുകളാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാത്ത കമൻറ്റുകളാണെങ്കിൽ മാത്രമേ ഞാൻ റിപ്ലൈ തരാത്തുള്ളൂ. കാരണം ജോലി അന്വേഷിക്കുന്നവരുടെ വിഷമം ശരിക്കും എനിക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ ഓക്കെ ബൈ, നമുക്ക് വീണ്ടും കാണാം. ഇതേപോലെ എനിക്ക് പറ്റുന്ന ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് തരുകയും ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ചാനലിനും നമുക്ക് ഉണ്ടാവുകയും ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം. ഓക്കെ ബൈ.